കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ മാറ്റിവെച്ച തിരുവോണം ബെമ്പർ നറുക്കെടുപ്പും പൂജാ ബെമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും നാളെ നടക്കും. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തിരുവോണം ബെമ്പർ നറുക്കെടുപ്പും പൂജാ ബെമ്പർ പ്രകാശനവും നിർവഹിക്കും. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഈ വർഷം വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 14,07,100 ടിക്കറ്റുകൾ വിറ്റഴിച്ചപ്പോൾ 9,37,400 ടിക്കറ്റുകൾ വിറ്റ തൃശൂരാണ് രണ്ടാമത്. മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് 8,75,900 ടിക്കറ്റുകളും ഏജൻസികൾ വഴി വിൽപ്പന നടന്നു. ഒന്നാം സമ്മാനമായി 25 കോടി രൂപയാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും ലഭിക്കും. 5,000 മുതൽ 500 രൂപ വരെ സമ്മാനവുമുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നറുക്കെടുപ്പ് നിർവഹിക്കും. ആന്റണി രാജു എം.എൽ.എ. അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വി.കെ. പ്രശാന്ത് എം.എൽ.എ., ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ സന്നിഹിതരാകും. 12 കോടി രൂപ ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ വിൽപ്പനയും ഇതോടൊപ്പം ആരംഭിക്കും. 300 രൂപയാണ് ടിക്കറ്റിന്റെ വില. നവംബർ 22-ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് പൂജാ ബമ്പർ നറുക്കെടുക്കുക. കഴിഞ്ഞ 27-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവോണ ബമ്പർ നറുക്കെടുപ്പ് അപ്രതീക്ഷിതമായുണ്ടായ കനത്ത മഴയിലും GST മാറ്റവുമായി ബന്ധപ്പെട്ടാണ് മാറ്റിവെച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.